ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഇതെല്ലാം യൂസ് ചെയ്യാൻ നമ്മളിനി പൈസ അങ്ങോട്ട് കൊടുക്കണോ? രാവിലെ കുടിക്കുന്ന ഒരു കപ്പ് ചായ മുതൽ സൂപ്പർ മാർക്കറ്റിലെ ഷോപ്പിംഗ് വരെ ഒരു QR കോഡിൽ സ്കാൻ ചെയ്ത് ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം വഴി പണം അയക്കുന്നത് ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. പക്ഷെ ഇനി ഗൂഗിൾ പേ ഫ്രീ അല്ലേ? പഴയ പോലെ ലിക്വിഡ് പൈസ കയ്യിൽ കൊണ്ട് നടക്കേണ്ടി വരുമോ? ഓരോ UPI പേയ്മെന്റിനും ഫീസ് വരാൻ പോകുന്നുണ്ടോ? സർക്കാർ എന്തുകൊണ്ടാണ് ഇത്രയും വർഷം സൗജന്യമായിരുന്ന UPI പേയ്മെന്റിന് പുതിയ നിയമം കൊണ്ടുവന്നത്? അതെ, നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ഇന്നലെ UPI പേയ്മെന്റുകൾക്ക് ഫീസ് ഈടാക്കാൻ വഴിയൊരുക്കുന്ന ഒരു സുപ്രധാന നിയമ ഭേദഗതി ബില്ല് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ രാജ്യത്താകെ വലിയ ചർച്ചയാണ്. ഈ ബില്ല് പാസ്സായാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയായിരിക്കും? കടക്കാരനെ ആയിരിക്കോ, അത് UPI കമ്പനികളോ, ഇനി നമ്മളെ പോലെയുള്ള സാധാരണ ഉപഭോക്താക്കളെയാണോ? യെസ്, ഈ വീഡിയോയിൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലെ അഭ്യൂഹങ്ങളല്ല, മറിച്ച് ബില്ലിൽ എന്താണ് എഴുതിയിരിക്കുന്നത്. ഇനി GPay, ഫോൺ പേ, പേടിഎം, ആമസോൺ പേ ഇതെല്ലാം നമ്മൾ ഉപയോഗിക്കുമ്പോൾ പൈസ അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടി വരുമോ? എത്ര രൂപ വരെ ഫീസ് വരാം? ഏറ്റവും പ്രധാനമായിട്ട് ഈ പുതിയ നിയമം സാധാരണക്കാരെ എങ്ങനെ ബാധിക്കും എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ വളരെ വ്യക്തമായി, സിമ്പിളായി ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. സോ അവസാന നിമിഷം വരെ വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ബോസ് ബല മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ അജ്ന. അപ്പൊ ഞാൻ സ്ഥിരമായി എന്റെ പ്രേക്ഷകരോട് പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മൾ വീഡിയോ കാണുന്നതെങ്കിൽ എന്താ നോക്കി നിൽക്കുന്നത്? പെട്ടെന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് കോണ്ടന്റ്സ് ആണ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് മുൻപിൽ എത്തിക്കുന്നത്. അപ്പൊ നമുക്ക് സമയം കളയണ്ട, ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം പുതിയ ബില്ലിനെ കുറിച്ച് അറിയുന്നതിന് മുൻപ് നമ്മുടെ നാട്ടിൽ UPI എത്രത്തോളം വലുതായി എന്ന് നിങ്ങൾ അറിയണം. ഇന്ന് ഇന്ത്യയിൽ ഏകദേശം 55.49 കോടി ആളുകളാണ് UPI ഉപയോഗിക്കുന്നത്. ശരിയായിരിക്കാം, നമ്മൾ എല്ലാവരും എല്ലാ കാര്യങ്ങൾക്കും ഇപ്പൊ UPI QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് പേയ്മെന്റ് ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ UPIന്റെ ഒരു വളർച്ച ഞാനിപ്പം സ്ക്രീനിൽ ഒരു ടേബിൾ കാണിക്കേണ്ടത്, നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്യൂ. 2021 തൊട്ട് 2022 വരെയുള്ള ഈ ഒരു വർഷത്തിൽ 4596 കോടി ഇടപാടുകൾ അഥവാ ട്രാൻസാക്ഷൻസ് ആണ് നടന്നിരിക്കുന്നത്. എമൗണ്ട് ആണെങ്കിൽ 84.16 ലക്ഷം കോടി. ഇതേ സാധനം തന്നെ 2022-23 വരികയാണെങ്കിൽ 8371 കോടി ട്രാൻസാക്ഷൻസും അതിന്റെ ഒരു എമൗണ്ട്, നമ്മൾ അത്രയും എമൗണ്ട് ആണ് ട്രാൻസാക്ഷൻ ചെയ്തത്. എത്രയാണ്? 139.15 ലക്ഷം കോടി രൂപ. എന്നാൽ ഇതേ സാധനം 2023-24 സമയത്തേക്ക് 13,113 കോടി ഇടപാടുകൾ, ട്രാൻസാക്ഷൻസ് ആണ് ആളുകൾ നടത്തിയിരിക്കുന്നത്. ആൻഡ് ഇതിന്റെ ഒരു മൂല്യം, അതായത് എത്ര എമൗണ്ട് ആണ് ഈ ട്രാൻസാക്ഷൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 199.95 ലക്ഷം കോടി. ജസ്റ്റ് ഇമാജിൻ, പണ്ട് നമ്മൾ യൂത്ത് ഉപയോഗിച്ചിരുന്ന ആ ഒരു സാധനമായിരുന്നു UPI അല്ലെങ്കിൽ QR കോഡ് സ്കാൻ ചെയ്യുക, ആ പരിപാടികളൊക്കെ ഡിജിറ്റൽ ഇടപാടുകളെല്ലാം. പക്ഷെ ഇന്ന് ഇവൻ സീനിയർ സിറ്റിസൺസ് വരെ അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ വരെ UPI QR കോഡ് സ്കാൻ ചെയ്ത് പൈസ അയക്കാനുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ആ ഒരു വളർച്ചയാണ് ഇപ്പൊ ഈ സ്ക്രീനിൽ കാണുന്നത്. ഇനി ഇതേ സാധനം 2024-25 ആയപ്പോഴത്തേക്ക് 18,587 കോടി ട്രാൻസാക്ഷൻസും 260.56 ലക്ഷം കോടി എമൗണ്ടുമാണ് ട്രാൻസാക്ഷൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് 2025-26 വർഷമായപ്പോഴേക്കും, ഇന്നിപ്പം ഓഗസ്റ്റിലാണ് നിൽക്കുന്നത്, അപ്പൊ ഞാൻ ഈ പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ കണക്കാക്കിയിട്ടാണ് കേട്ടോ. സോ ഇതില് റെക്കോർഡ് ട്രാൻസാക്ഷൻസ് ആണ് നടന്നിരിക്കുന്നത്. 24,162 കോടി ട്രാൻസാക്ഷൻസ്. ഒപ്പം 314.23 ലക്ഷം കോടി എമൗണ്ടുമാണ് ട്രാൻസാക്ഷൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇത്രയും വലിയൊരു തുക ദിവസേന രാജ്യത്ത് കൈമാറുന്നത് ഒരു ചെറിയ QR കോഡിലൂടെ മാത്രമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് വെറൊരു പേയ്മെന്റ് സംവിധാനം മാത്രമല്ല, ഇന്ത്യയുടെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലായിട്ട് UPI മാറിക്കഴിഞ്ഞു. UPIക്ക് ഒരു വലിയ സ്ഥാനമുണ്ട്. സോ ഇത്രയും വലിയൊരു സിസ്റ്റം പ്രവർത്തിപ്പിക്കാൻ ചെലവേറുന്നു അല്ലെങ്കിൽ അത് വളരെയധികം എക്സ്പെൻസീവ് ആകുന്നു എന്ന കാരണത്താലാണ് കമ്പനികളും ബാങ്കുകളും ഫീസ് ഈടാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. എന്താണ് ഈ പുതിയ ബില്ല്? അതിനോടൊപ്പം തന്നെ MDR എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ട്. എന്താണത്? കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മല സീതാരാമൻ മാം ടാക്സേഷൻ ആൻഡ് അതർ ലോസ് അമെൻമെന്റ് ബില്ല് 2026 ലോക്സഭയിൽ അവതരിപ്പിച്ചു. UPI വഴി ബിസിനസ് നടത്തുന്ന വ്യാപാരികളിൽ നിന്ന് ചാർജ് ഈടാക്കാൻ സർക്കാരിന് അധികാരം നൽകുന്നതാണ് ഈ ഒരു ഭേദഗതി. ഇതിൽ പ്രധാനമായും പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ആക്ട് 2007
2007 ഭേദഗതി വരുത്താനാണ് സർക്കാർ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ശരിക്കും ഈ മാറ്റം? സർക്കാർ പറയുന്നത് ഡിജിറ്റൽ പേയ്മെന്റ് മേഖലയിലേക്ക് കൂടുതൽ നിക്ഷേപം വരണം, അതുപോലെ പുതിയ സാങ്കേതിക വിദ്യകൾ വരണം, കമ്പനികൾക്കും ബാങ്കുകൾക്കും നല്ല സ്ഥിരതയുള്ള ഒരു നയം വരണം. അപ്പൊ ഇതാണ് ഈ ഒരു ബില്ല് എന്ന് പറയുന്നത്. ഇനി എന്താണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു വാക്ക്? MDR, ദാറ്റ് ഈസ് മെർച്ചന്റ് ഡിസ്കൗണ്ട് റേറ്റ്. ഈ ഒരു റേറ്റ് എന്ന് പറയുന്നത് ഉപഭോക്താവിൽ നിന്ന്, നമ്മൾ കസ്റ്റമേഴ്സിൽ നിന്ന് നേരിട്ട് ഈടാക്കുന്ന ഒരു ഫീസ് അല്ല. ഒരു കടക്കാരൻ കസ്റ്റമറിൽ നിന്ന് UPI വഴി പണം സ്വീകരിക്കുമ്പോൾ ആ ട്രാൻസാക്ഷന് ബാങ്കിനോ പേയ്മെന്റ് സർവീസ് കമ്പനിക്കോ നൽകേണ്ട സേവന നിരക്കിനെയാണ് നമ്മൾ MDR എന്ന് പറയുന്നത്. അത് കാർഡ് പേയ്മെന്റുകളിൽ ഇപ്പോഴും നിലവിലുണ്ട്. പക്ഷെ UPIയിൽ 2020 മുതൽ സർക്കാർ MDR ഒഴിവാക്കിയിരുന്നു. എന്നാൽ അതാണ് ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നത്. ഇനി പഴയ നിയമവും ഈ പുതിയൊരു അമെന്റ്മെന്റ്, പുതിയൊരു ഭേദഗതിയും എന്താണെന്ന് നോക്കിയാലോ. ഇതുവരെ രാജ്യത്തെ ഡിജിറ്റൽ പേയ്മെന്റുകളെ നിയന്ത്രിച്ചിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ 2007 ആ പേയ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് സിസ്റ്റം ആക്ട് ആയിരുന്നു. ഇതിലെ സെക്ഷൻ 10A പ്രകാരം UPI വഴി പണം സ്വീകരിക്കുന്നതിൽ യാതൊരുവിധ ഫീസും ഈടാക്കാൻ ബാങ്കുകൾക്കോ കമ്പനികൾക്കോ ഒന്നും അനുവാദം ഉണ്ടായിരുന്നില്ല. ദാറ്റ് ഇസ് 0 MDR. അതുകൊണ്ടാണ് ഇത്രയും കാലം നമ്മൾ ഈ ഗൂഗിൾ പേ, ഫോൺ പേ, Paytm ഒക്കെ ഭയങ്കര ഫ്രീ ആയിട്ട് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്ക് ആരും പേടിക്കേണ്ട. നമ്മളോട് ഇപ്പോൾ ഒരു 100 രൂപ പറഞ്ഞാൽ നമ്മൾ എക്സാക്ട് സ്കാൻ ചെയ്ത് 100 രൂപ അങ്ങോട്ട് അയച്ചു കൊടുക്കും. ഇവൻ ഊബറിലൊക്കെ പേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇപ്പം 50 രൂപ 5 പൈസ ആണെങ്കിൽ അതുവരെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അയച്ചു കൊടുക്കാൻ സാധിക്കും. എന്നാൽ പുതിയ 2026 ബില്ലിലെ ക്ലോസ് 2 പ്രകാരം ഈ നിയമത്തിൽ ഭേദഗതി വരുത്തുകയാണ്. കേന്ദ്ര സർക്കാരിന് ആവശ്യമെങ്കിൽ ഏതെല്ലാം ഡിജിറ്റൽ പേയ്മെന്റുകൾക്ക് മർച്ചന്റ് ഫീസ് ഏർപ്പെടുത്താമെന്ന് നോട്ടിഫിക്കേഷൻ വഴി തീരുമാനിക്കാം. പിന്നെ ബില്ല് വന്നതുകൊണ്ട് മാത്രം നാളെ മുതൽ നിങ്ങൾ ഫോൺ പേയും Paytm ഗൂഗിൾ പേയും യൂസ് ചെയ്യുമ്പോൾ ഫീസ് വരും എന്നല്ല കേട്ടോ അതിനർത്ഥം. അതിന് കേന്ദ്ര സർക്കാർ പിന്നീട് ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ ഇറക്കും. പക്ഷേ ഇതിനുള്ളൊരു നിയമപരമായ വഴി സർക്കാർ ഓൾറെഡി തുറന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഏത് നിമിഷവും ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിച്ചിരിക്കാം. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് പെട്ടെന്ന് സംഭവിക്കുന്നത്, അല്ലെ? അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസും ടേം ഇൻഷുറൻസും നമ്മൾ നിർബന്ധമായും എടുത്തിരിക്കണം. മാസം ഏകദേശം 400-500 രൂപ മുതൽ പ്രീമിയത്തിൽ തന്നെ നമുക്ക് പ്ലാനുകളുണ്ട്. 51ലധികം ഇൻഷുറൻസ് കമ്പനികളുടെ പ്ലാനുകൾ തമ്മിൽ താരതമ്യം ചെയ്ത് നമുക്ക് തിരഞ്ഞെടുക്കാം. കൂടാതെ 15% വരെ ഡിസ്കൗണ്ടും ഇപ്പോൾ പോളിസി ബസാറിൽ ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന് കോടികൾ വരെ പരിരക്ഷ ലഭിക്കുന്ന പ്ലാനുകൾ തിരഞ്ഞെടുക്കാനുമാകും. അതിനോടൊപ്പം തന്നെ ഹെൽത്ത് ഇൻഷുറൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു ആശുപത്രി ചെലവ് പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ സാമ്പത്തിക ആ ഒരു ഭദ്രത അത് എത്രത്തോളം ബാധിക്കും എന്നുള്ളത്. അതിനായിട്ട് നല്ല ഹെൽത്ത് ഇൻഷുറൻസ് നിർബന്ധമാണ്. മാസം 400-500 രൂപ മുതൽ പ്രീമിയത്തിൽ ഇപ്പോൾ പോളിസി ബസാറിൽ നിങ്ങൾക്ക് പ്ലാനുകൾ ലഭ്യമാണ്. കോടികൾ വരെ കവറേജും ഒപ്പം 25% വരെ ഡിസ്കൗണ്ടും 30 മിനിറ്റിനുള്ളിൽ ക്ലെയിം സപ്പോർട്ടും 51ലധികം ഇൻഷുറൻസ് പങ്കാളികളും നിങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കും. കൂടാതെ സഹായത്തിനായി ഒരു ഡെഡിക്കേറ്റഡ് ഹെൽത്ത് മാനേജറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ചെക്ക് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. ഇപ്പൊ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു പ്രധാന ചോദ്യമായിരിക്കും, എത്രയായിരിക്കും ഫീസ്? റിപ്പോർട്ടുകൾ പ്രകാരം 2000-ന് മുകളിലുള്ള ഇടപാടുകൾക്ക് 0.3% മുതൽ 0.5% വരെ MDR ചുമത്താനാണ് സാധ്യത. ഈ ചെറിയൊരു ശതമാനം ഫീസ് പോലും നടപ്പിലാക്കിയാൽ ഗൂഗിൾ പേ, Paytm തുടങ്ങിയ കമ്പനികൾക്ക് പ്രതിവർഷം 5000 കോടി മുതൽ 2,10,000 കോടി വരെ അധിക വരുമാനം ലഭിക്കുമെന്നാണ് ഇപ്പൊ കണക്കാക്കുന്നത്. നമ്മൾ ഈ ചെറിയ ചില്ലറ പെർസെൻറ്റേജ് കൊടുക്കുന്നത് അവർക്ക് അത് വലിയ ലാഭമായിട്ടാണ് കിട്ടുന്നത്. തീർച്ചയായും ചെറുകിട കച്ചവടക്കാരെ ഇതിൽ നിന്ന് ഒഴിവാക്കുമെന്നും വലിയ വ്യാപാരികളിൽ നിന്നും വൻകിട ബിസിനസ്സുകളിൽ നിന്നും മാത്രമായിരിക്കും ഈ MDR ഈടാക്കുക എന്നാണ് നിലവിലെ നമുക്ക് കിട്ടിയ സൂചന. പറഞ്ഞതൊക്കെ കൊള്ളാം, പക്ഷെ ഈ ഭാരം നമ്മൾ സാധാരണക്കാരുടെ തലയിലാകുമോ? യെസ്, അവിടെയാണ് ട്വിസ്റ്റ്. സർക്കാർ പറയുന്നത് ഈ ഫീസ് വ്യാപാരികൾ മാത്രമാണ് നൽകേണ്ടതെന്നും സാധാരണ ഉപഭോക്താക്കളെ ബാധിക്കില്ലെന്നുമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഇത് നമ്മളെ ബാധിക്കൂ? നമുക്കറിയാം, നിലവിൽ ക്രെഡിറ്റ് കാർഡുകൾക്ക് 1.5% വരെയും ഡെബിറ്റ് കാർഡുകൾക്ക് 0.9% വരെയും MDR ഉണ്ട്. ചില കടകളിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങുമ്പോൾ അവർ പറയും കാർഡൊക്കെ എടുക്കുക, പക്ഷെ എക്സ്ട്രാ 2% നൽകേണ്ടി വരുന്നു. ലൈക്ക് ഇവരിത് പറയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് പേഴ്സണൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഒരു സ്ഥലത്ത് ഒരു സാധനം വാങ്ങിയിട്ട് ഞാൻ കാർഡ് കൊടുത്തപ്പം എക്സ്ട്രാ 2% വരുമെന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മളെല്ലാം വാങ്ങി സെറ്റിൽ ആയിട്ടായിരിക്കും കാർഡ് കൊടുക്കുക. അപ്പോൾ അവരത് പറയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ പറയും ഓക്കെ എടുത്തോളൂ എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. അപ്പൊ ആ ഒരു അവസ്ഥ എല്ലാവരും അനുഭവിക്കുന്നതാണ്. എന്നാൽ അതേപോലെ UPIക്ക് MDR വരുമ്പോൾ വ്യാപാരികൾക്ക് ലാഭവിഹിതം കുറയുകയും ചെയ്യും. ഇത് മറികടക്കാൻ അവരെന്താ ചെയ്യുക? ഉപഭോക്താക്കൾക്ക് നൽകുന്ന ഡിസ്കൗണ്ട്, അത് നമ്മൾ കസ്റ്റമേഴ്സിന് അവർ തരുന്ന ഡിസ്കൗണ്ട്സ് കുറയ്ക്കും. കാരണം അവർക്ക് ഇതിൽ നിന്ന് അത് അഡ്ജസ്റ്റ് ചെയ്യണം. അതേപോലെ വലിയ തുക UPI ചെയ്യുമ്പം എക്സ്ട്രാ ചാർജ് വേണമെന്ന് പറയും. അല്ലെങ്കിൽ നിങ്ങൾ ക്യാഷ് ആയിട്ട് തന്നാൽ മതി മാഡം എന്ന് പറഞ്ഞ് നമ്മളെ ക്യാഷ് ലിക്വിഡ് മണി കൊടുക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. അപ്പം നമ്മൾ ഇവിടുന്ന് ലിക്വിഡ് മണി കൊടുക്കാൻ ഇവരിവിടുന്ന് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലിക്വിഡ് ക്യാഷിലേക്ക് പോകും. പോകണമെങ്കിൽ നമുക്ക് ATM പോകണം, പൈസ എടുക്കണം. സോ ഡിജിറ്റൽ വിപ്ലവം വന്നതോടെ ബാങ്കുകൾ ATMകളുടെ എണ്ണം നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പൊ അത് വീണ്ടും ഒരു പ്രശ്നമാകും. കാരണം ATMന്റെ മുമ്പിലും ബാങ്കിന്റെ മുമ്പിലും നമ്മൾ പോയി ക്യൂ നിൽക്കണം, എന്നാലല്ലേ നമുക്ക് ലിക്വിഡ് പൈസ കിട്ടുള്ളൂ. അപ്പൊ എന്തെല്ലാം പ്രശ്നങ്ങളാണല്ലേ ഈ ഒരു ചെറിയൊരു മാറ്റം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന. അതിന്റെ പിന്നാലെ
സാധാരണക്കാർക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഒരുപാടാണ്. അപ്പൊ ഈ ഒരു പുതിയ ബില്ല് വന്നതുകൊണ്ട് നാളെ മുതൽ ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഫീസ് കൊടുക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. വീണ്ടും ഞാൻ പറയാണ്, പക്ഷെ ഭാവിയിൽ കേന്ദ്ര സർക്കാർ ഒരു പ്രത്യേക വിജ്ഞാപനം, ദാറ്റ് ഇസ് നോട്ടിഫിക്കേഷൻ ഇറക്കി കഴിഞ്ഞാൽ ചില വിഭാഗം UPI ഇടപാടുകളിൽ MDR അനുവദിക്കാനുള്ള നിയമപരമായ വഴി ഈ ബില്ല് വഴി തുറക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് നടക്കാൻ പോകുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് പറയാ. UPI പേയ്മെന്റിന് ഫീസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ആ ഒരു ലിക്വിഡ് മണി, പണം ഇടപാടുകൾ, പൈസ കൊടുത്ത് വാങ്ങി ആ ഒരു പരിപാടിയിലേക്ക് തിരിച്ചു പോകുമോ, അല്ലെങ്കിൽ UPI തന്നെ തുടരുമോ? നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിലോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലുള്ള ഏറ്റവും പുതിയ സാമ്പത്തിക, ബാങ്കിങ്, സർക്കാർ അപ്ഡേറ്റുകൾ അറിയാൻ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. It's me, Ajna, signing off. Thanks for watching. ബ്രാൻഡ് പാർട്ണർഷിപ്സ് ആൻഡ് അഡ്വർടൈസിംഗ് എൻക്വയറീസിനായി ഇമെയിൽ ID brand@boswala.com അല്ലെങ്കിൽ 9108014192 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ ബന്ധപ്പെടൂ. Bosswala. Be the boss.